എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്നുകൊണ്ട് കാത്തിരുന്ന ആ നിമിഷം ഇതാ വന്നെത്തിയിരിക്കുന്നു. ഇൻഡോറിലെ ഹോൾക്കർ ക്രിക്കറ്റ് സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ ഒരു ആവേശക്കടലായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ഏകദിന പരമ്പരയിലെ മൂന്നാമത്തെയും ഏറ്റവും നിർണായകവുമായ ഫൈനൽ അംഗത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂ. സ്റ്റേഡിയം മുഴുവൻ ക്രിക്കറ്റിന്റെ നീല നിറത്തിൽ മുങ്ങിയിരിക്കുന്നു. എങ്ങും ത്രിവർണ്ണ പതാകകൾ ആകാശത്തേക്കുയരുന്നു. ആയിരക്കണക്കിന് ആരാധകരുടെ ആരവം അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു വെറും മത്സരമല്ല, അഭിമാനത്തിന്റെയും കണക്ക് തീർക്കലിന്റെയും ഒരു മഹായുദ്ധം തന്നെയാണ് ഇൻഡോറിൽ അരങ്ങേറാൻ പോകുന്നത്. മൈതാനത്ത് നിന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ടോസ് ഇന്ത്യയ്ക്ക് അനുകൂലമാകുമെന്നാണ് സൂചന. ഭാഗ്യം ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗില്ലിനൊപ്പം നിൽക്കാനാണ് സാധ്യത. ടോസ് ലഭിച്ചാൽ ഒട്ടും മടിക്കാതെ ഗിൽ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുമെന്ന് ഉറപ്പാണ്. കാരണം ഇൻഡോറിലെ പിച്ച് ബാറ്റിംഗിന് സ്വർഗമാണ്. കാലാവസ്ഥ അനുകൂലമാണ്. ആദ്യം ബാറ്റ് ചെയ്ത് കൂറ്റൻ സ്കോർ പടുത്തുയർത്തി എതിരാളികളെ സമ്മർദ്ദത്തിലാക്കുകയാണ് ലക്ഷ്യം എന്ന് ഗിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. ന്യൂസിലൻഡ് നായകൻ മൈക്കിൾ ബ്രേസ്വെല്ലും ഇതേ അഭിപ്രായമാണ് പങ്കുവയ്ക്കുന്നത്. ടോസ് കിട്ടിയാൽ ബാറ്റിംഗ് തന്നെയാകും അവരുടെയും ലക്ഷ്യം. എന്നാൽ സുഹൃത്തുക്കളെ, യഥാർത്ഥ ട്വിസ്റ്റ് ഇതൊന്നുമല്ല. നിർണായക മത്സരത്തിന് മുൻപ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ നടത്തിയ ആ പ്രഖ്യാപനമാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. പ്ലേയിങ് 11-ൽ 5 വമ്പൻ മാറ്റങ്ങൾ. ന്യൂസിലൻഡിനെ തകർത്തെറിയാൻ ഗിൽ ഒരുക്കിയ കെണി ഇങ്ങനെയാണ്. മികച്ച ഫോമിലുള്ള യശസ്വി ജയ്സ്വാളിനെ പോലും പുറത്തിരുത്തിക്കൊണ്ട് സാക്ഷാൽ രോഹിത് ശർമ്മ ഗില്ലിനൊപ്പം ഓപ്പണിംഗിന് ഇറങ്ങുന്നു. ഇതാണ് ആരാധകർ കാത്തിരുന്ന ആ വാർത്ത. ഹിറ്റ്മാന്റെ തിരിച്ചുവരവ് കിവീസ് ക്യാമ്പിൽ ഭയം വിതയ്ക്കുമെന്ന് ഉറപ്പ്. 3-ാം നമ്പറിൽ വിരാട് കോഹ്ലി, 4-ാമനായി ശ്രേയസ് അയ്യർ, 5-ാമനായി വിക്കറ്റ് കീപ്പർ KL രാഹുൽ, 6-ാം നമ്പറിൽ രവീന്ദ്ര ജഡേജയും 7-ാം നമ്പറിൽ നിതീഷ് റെഡ്ഡിയും എത്തുമ്പോൾ ബൌളിംഗിൽ തീപ്പൊരി ചിത്രയ്ക്കാൻ 8-ാം നമ്പറിൽ ഹർഷിത് റാണ, പിന്നെ കുൽദീപ് യാദവ്, മുഹമ്മദ് സിറാജ്, പ്രജിത് കൃഷ്ണ എന്നിവരും എത്തും. ന്യൂസിലൻഡിനെ കശാപ്പ് ചെയ്യാൻ ഇതിലും മികച്ചൊരു പടയൊരുക്കമില്ല. ജാനുവരി 18-ന് ഉച്ചയ്ക്ക് 1:30 ആരംഭിക്കുന്ന ഈ മത്സരം ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലും സ്റ്റാർ സ്പോർട്സിലും തത്സമയം കാണാം. ചരിത്രം പരിശോധിച്ചാൽ 122 മത്സരങ്ങളിൽ 63 എണ്ണത്തിൽ ഇന്ത്യ ജയിച്ചപ്പോൾ 51 എണ്ണത്തിലാണ് കിവീസ് ജയിച്ചത്. സ്വന്തം മണ്ണിൽ ഇന്ത്യ പുലികളാണെങ്കിലും ന്യൂസിലൻഡിനെ എഴുതി തള്ളാൻ കഴിയില്ല. എന്നാൽ രോഹിത് ശർമ്മയുടെ തിരിച്ചുവരവും ഗില്ലിന്റെ ഈ തന്ത്രപരമായ മാറ്റങ്ങളും ഇന്ത്യയ്ക്ക് വ്യക്തമായ മുൻതൂക്കം നൽകുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ഹോൾക്കർ സ്റ്റേഡിയം റൺമഴയിൽ നനയാൻ പോകുന്നു. രോഹിത് ശർമ്മയുടെ തിരിച്ചുവരവും യുവതാരങ്ങളുടെ വീരും ഒത്തുചേരുമ്പോൾ ഇൻഡോറിൽ ഇന്ത്യ ചരിത്രം കുറിക്കുമോ? ന്യൂസിലൻഡിനെ ഈ മണ്ണിൽ നിന്ന് വെറും കൈയോടെ മടക്കി അയക്കാൻ നമ്മുടെ പുലിക്കുട്ടികൾക്ക് കഴിയുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ ആവേശ പോരാട്ടത്തിന്റെ ഓരോ നിമിഷവും അറിയാൻ ടൂസ് അപ്ഡേറ്റുകൾക്കും ലൈവ് സ്കോറിനുമായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. മാത്രമല്ല, ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.